നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സാറ്റേണിൻ്റെ സെക്ഷൽ സ്റ്റൈലാണ്. വളരെ വേഗം നമുക്കങ്ങ് പറഞ്ഞ് മുന്നോട്ടങ്ങ് പോവാം. ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും പറഞ്ഞ പോലെ തന്നെ ഇവിടെ സാറ്റേണിൻ്റെയും പറയാം. മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും പറഞ്ഞ പോലെ തന്നെ വിശദമായിട്ട് സാറ്റേണിൻ്റെ ക്ലാസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ സാറ്റേണിനെ എന്താണ് അവോയ്ഡ് ചെയ്യുന്നത് സർ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഞാൻ വളരെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. സാറ്റേണിൻ്റെ ലാസ്റ്റത്തെ കുറേ വീഡിയോസ് സാറ്റേണിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് 7ാം ഭാവത്തിൽ ശനി നിന്നാൽ ലൈംഗികതയെ അല്ലെങ്കിൽ വികാരങ്ങളെ, ഇമോഷൻസിനെ ഇവരെങ്ങനെയാണ് സമീപിക്കുന്നത്? കാരണം കുടുംബജീവിതമൊക്കെ ആകുമ്പം ഫിസിക്കൽ റിയാലിറ്റി എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെ ഇവരെങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശനിയുടെ ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വികാരങ്ങളെക്കാൾ, പഞ്ചാരടിയേക്കാൾ ഉപരി ഫിസിക്കൽ റിയാലിറ്റി, ശാരീരിക യാഥാർത്ഥ്യങ്ങളിലൂടെയും സമയത്തിലൂടെയും സാഹചര്യത്തിലൂടെയുമാണ് ഇവർ കാണുന്നത് എന്നുള്ളതാണ്. രവി എന്ന് പറയുന്ന രാജാവായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ നീച സ്ഥാനത്താണ് ശനി ഉച്ചനാവുന്നത്. രവി നീചനാവുമ്പം ആരുടെ സ്ഥലത്താണ് നീചനാവുന്നത് ആലോചിച്ചോണം? ശുക്രൻ്റെ രാശിയിലാണ്. അപ്പോൾ എന്നാൽ ശനി ഉച്ചനാവുന്നതോ ശുക്രൻ്റെ രാശിയിൽ. അപ്പോൾ അതൊന്ന് നോക്കണം. രവിയുടെ നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് ശനി എന്നുള്ളത്. ഇപ്പോൾ ശനി വാർദ്ധക്യമാണ്, ശനിക്ക് ലൈംഗിക ശേഷിയില്ല എന്നൊക്കെ പലരും വ്യാഖ്യാനിക്കുന്ന കണ്ടിട്ടുണ്ട് ഗ്രന്ഥങ്ങളിലൊക്കെ ആണെങ്കിലും. അത് വെറുതെയാണ്. അത് ശനി 7ൽ നിൽക്കുന്നവരെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അത് വെറുതെ. രവി ശുക്രനെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൗഢ്യം വരും എന്നുള്ളതാണ്. രവിക്ക് ആഠിത്യവും ചൊവ്വയുടെ കൂട്ട് അഗ്രസീവ്നെസ്സും, ചൊവ്വയുടെ രാശിയിലാണ് രവി ഉച്ചനാവുന്നത്. അതുകൊണ്ട് അഗ്രസീവ് നേച്ചറൊക്കെ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ റൊമാൻറ്റിക് കണക്ഷൻ, ആ ഒരു ഇത്, ആ രാജകീയതയ്ക്ക് അപ്പുറമായിട്ട് ആ ഒരു വിധേയത്വം, ആ ഒരു റൊമാൻസും ഒരുമിച്ച് ചേർന്ന് വരുന്ന സ്ഥലത്താണ് സാറ്റേൺ എക്സോൾട്ടഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു കാര്യവും കൂടി സാറ്റേണിൻ്റെ നേച്ചറിൽ, സാറ്റേണിൻ്റെ പോസിറ്റീവ് നേച്ചറിൽ ഉച്ചനായല്ല കേട്ടോ, നീചനാവുന്ന എവിടെയാണെന്ന് ആലോചിച്ചോണം. ചൊവ്വയുടെ രാശിയിൽ അഗ്രസീവ്നെസ് ഉണ്ടാവില്ല, തളർച്ച ഉണ്ടാവും, നാഡീ തളർച്ചയൊക്കെ. ശനിക്ക് ബലം കുറഞ്ഞു കഴിഞ്ഞാൽ നാഡീ തളർച്ചയൊക്കെ ഉണ്ടാവും. ഇമ്പോർട്ടൻസി എന്നൊക്കെ പറയത്തില്ലേ, ഈ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നാഡീ തളർച്ചകളൊക്കെ വന്നിട്ട് ശേഷിക്കുറവൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സാറ്റേണിന് ഉണ്ട്. അത് ചൊവ്വയുടെ രവിയുടെ രാശിയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇവരുടെ ബന്ധം വരുമ്പം, ശനിക്ക് ബുധബന്ധം വരുമ്പോഴൊക്കെ ഇത് വരുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കത് പിന്നീടൊരു വിഷയം, രോഗവിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ പരീക്ഷ വേണമെങ്കിൽ ഈ മേഖലയിൽ പരിചയമുള്ള ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് വളരെ അടുത്തറിയാവുന്ന അവരുടെ പേഷ്യൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ഹൊറോസ്കോപ്പ് തപ്പിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ വിഷയവും നോക്കാം. നമുക്കിപ്പോൾ ക്യാൻസർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അസുഖങ്ങളല്ല, ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വരുന്ന, നമുക്ക് മനസ്സിലാവാത്ത ഇത് എങ്ങനെയാണ് ഈ കർമ്മഫലം അടിച്ചതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അപ്പം നമുക്ക് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ് ഒന്നാമത്തേത്. അളവിനേക്കാൾ ഗുണത്തിന് മുൻഗണന കൊടുക്കും ബന്ധങ്ങളിൽ. ഇവർക്ക് എല്ലാ ദിവസവും ലൈംഗിക ബന്ധം വേണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നമ്മുടെ ചൊവ്വയുടെയൊക്കെ കൂട്ട് ജീവിതം എന്ന് പറയുന്നത് ഇതുകൂടെയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ തവണകൾ കുറവാണെങ്കിലും അത് കുറേ നേരം, ദീർഘനേരം നീണ്ടു നിൽക്കുന്നതായിരിക്കണം എന്നും. ശനി എന്ന് പറയുന്നത് ഡിലേയിങ് പ്ലാനറ്റാണ്. അതേപോലെ തന്നെ നിയന്ത്രിക്കുന്ന ഗ്രഹവും കൂടി ആയതുകൊണ്ട് തന്നെ തിടുക്കത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതിനേക്കാളുപരി ഇവർക്ക് എല്ലാം വളരെ സാവധാനത്തിൽ, ഒരു സ്ലോ പേസിൽ ആസ്വദിക്കുന്ന ഒരു രീതിയായിരിക്കണം. അപ്പോൾ ഈ തിടുക്കത്തിൽ
വേണം എന്നുള്ളതിനേക്കാളുപരി ഡെയിലി വേണം എന്നുള്ളതിനേക്കാളുപരിയൊക്കെ ആയിട്ട് വളരെ സ്ലോ പേസിൽ വളരെ കാര്യമായിട്ട് സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞൊരു താളത്തിൽ ഒക്കെ പോകണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഒരു ക്വാളിറ്റി സാറ്റൻ്റെ ബലം കൂടിയാൽ ഒരു ക്വാളിറ്റി ഡയമണ്ട് പോലെയും സാറ്റൻ ബലം കുറഞ്ഞാൽ കരിക്കട്ട പോലെയായി പോകുന്ന. അപ്പോൾ അതുകൊണ്ട് സാറ്റൻ ബലം കൂടിയാൽ അത് ആ ശുക്രരാശിയിൽ സാറ്റൻ ബലം വരുമ്പം സാറ്റൻ പൂർണ്ണ ബലവാനായ ശുക്രരാശിയിലേക്ക് വരുമ്പം ശുക്രൻ്റെ കല്ലായ ഡയമണ്ടായി മാറും. അതേസമയത്ത് സാറ്റൻ ബലം കുറഞ്ഞു പോയാൽ കരിക്കല്ല് പോലെയാവും, കരിക്കട്ട പോലെയാവും എന്നുള്ളതാണ്. അടുത്ത രണ്ടാമത്തേതെന്ന് പറയുന്നത് നിയന്ത്രണവും അധികാരവും എന്നുള്ളതാണ്. ഞാൻ പവർ ഡൈനാമിക്സ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഇവരുടെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാവുന്നവരുടെ അടുത്ത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളുണ്ട്, പുരുഷനാണ്, വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ 7th ഈ സീരീസ് എൻ്റെ ഈ സെക്ഷൽ സ്റ്റൈൽ എന്നുള്ള ഈ ഒരു സീരീസ് സെറ്റ് ചെയ്യാൻ എന്നെ സഹായിച്ചതും അയാളാണ്. അപ്പം അയാളാണ് ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഇതെന്ത് കുറച്ചുകൂടി പറഞ്ഞുകൂടെ എന്നുള്ള രീതിയിൽ ഈ ഒരു നോട്ട്സ് തന്നെ പ്രിപ്പയർ ചെയ്ത്, ജ്യോതിഷം പഠിക്കുന്ന ആളാണ്, അപ്പോൾ ഒരു ജിജ്ഞാസുവാണ്. അതുകൊണ്ട് തന്നെ ഈ നോട്ട്സിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതും അയാളാണ്. അപ്പോൾ അയാളോടുള്ള നന്ദി പ്രത്യേകിച്ച് പറയുന്നു. പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് പേര് പറയാത്തത്. അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിസിപ്ലിൻ ആണ്. അപ്പോൾ ഒരച്ചടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു വിധേയത്വമുണ്ട്, ഒരു സബ്മിഷനുണ്ട് ഇവർക്ക്. അപ്പോൾ ആ ഒരു വിധേയത്വവും അച്ചടക്കവും ഒരുപോലെ ഇവരുടെ കിടപ്പ് മുറിയിലും ഇവർ പ്രതിഫലിപ്പിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഈ വിധേയത്വമായിരിക്കും കൂടുതലെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റേ രവിയെപ്പോലെയോ അല്ലെങ്കിൽ ചൊവ്വയെപ്പോലെയോ ഒന്നും ഒരാൾ നിയന്ത്രിക്കുന്നു മറ്റൊരാൾ അനുസരിക്കുക എന്നുള്ള രീതികളൊന്നുമില്ല. ഇവർക്ക് അങ്ങനെയുള്ള വിഷയങ്ങളോടും എൻ്റെ പവർ കാണിക്കാനുള്ള സ്ഥലമാണ്, എൻ്റെ ശക്തി അവൻ തിരിച്ചറിയണമെങ്കിൽ എനിക്ക് ആ ഒരു ബലം വേണം, അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആൾക്കാരല്ല. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇവർക്ക് വലിയ താല്പര്യം ഇല്ല. പക്ഷെ ഇവർക്ക് മാനസികമായിട്ടുള്ള ഏറ്റവും കൂടുതൽ താല്പര്യം എന്നുള്ളത് ഇവർക്ക് വിധേയരായിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവർക്ക് തിരിച്ച് നന്നായി സ്നേഹിക്കാനും കുറച്ച് സമയമെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു താളത്തിൽ പരസ്പരം മനസ്സിലാക്കി പോകാനും അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്ടമാണ്. നമ്മൾ പറയത്തില്ല ഈ അമ്മൂമ്മയും അപ്പൂപ്പന്മാരും ഒക്കെ നടന്നു പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾ പറയില്ല എന്ത് സ്നേഹം അവർക്കുന്നവരെന്ത് ആ ഒരു ടൈപ്പ് അവർ ഈ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി, യുദ്ധക്കളത്തിലെ യോദ്ധാവിനപ്പുറമായിട്ട് വളരെ സന്തോഷമായിട്ട് കഥയൊക്കെ പറഞ്ഞ് വളരെ ഒരു ആർട്ടായിട്ട് സെക്സിനെ മാറ്റാനുള്ളൊരു ശേഷി ഉണ്ട്. അപ്പോൾ സെക്സ് ആർട്ടാക്കാൻ ശനിക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ ശനിയുടെ എക്സോൾട്ടഡ് സൈൻ എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശി ആയതുകൊണ്ട് അത് തുലാസ് ആയതുകൊണ്ടും അതാക്കാനും ആക്കാതിരിക്കാനും ഒരുപോലെ കഴിവുണ്ട് എന്നുള്ളതും ഉറപ്പാണ്. അപ്പം അതുപോലെ തന്നെ ഇവരുടെ ഒരു റോൾ പ്ലേയിലൊക്കെ താൻ കീഴടങ്ങേണ്ടവനാണ് അല്ലെങ്കിൽ കീഴടങ്ങേണ്ടവളാണ് എന്ന തോന്നൽ തന്നെ ഇവർക്ക് ലൈംഗിക ഉത്തേജനം നൽകാം എന്നുള്ളതാണ്. ആ ഒരു വിധേയത്വം തന്നെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ പങ്കാളിയെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിലും ഇവർ ആനന്ദം കണ്ടെത്തും. ഈ മറ്റേ ചൊവ്വയുടെ നിയന്ത്രണം പോലെയല്ല, AK-47 ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൊവ്വ നിയന്ത്രിക്കുന്ന പോലെ അല്ലെങ്കിൽ ഓർഡർ ഇട്ട് രവി നിയന്ത്രിക്കുന്ന പോലെയൊന്നുമല്ല. പൂർണ്ണമായിട്ട് ഒരു വിധേയത്വത്തിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് കൊടുത്ത് സ്നേഹിച്ച് ഒക്കെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പ്രകടനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ഇവർ പ്രണയിക്കുകയാണെങ്കിലൊക്കെ ശനിക്ക് ബലമുള്ളവരാണെങ്കിൽ, 7th സാറ്റൻ്റെ ബലമുള്ളവരാണെങ്കിൽ ഇവർക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. ഇവരെ കൊണ്ട് ഇതിനൊക്കെ പറ്റുമോ, ഇവർക്ക് അതിനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ ഒരു ഭയമുണ്ടാവും. ഞാൻ ചെയ്യുന്നത് പങ്കാളിക്ക് ഇഷ്ടപ്പെടുമോ, എനിക്ക് നന്നായി ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ, എനിക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ, ഇൻഹിബിഷൻസ് ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. ഇവർ അലട്ടും, ഉള്ളിലെങ്കിലും ഇത് അലട്ടും. വിവാഹം എടുക്കുന്ന സമയത്ത് സാറ്റേൺ പലപ്പോഴും വിവാഹം ഇവർ വൈകിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ഇവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കുറച്ചുകൂടെ ആവട്ടെ, ഞാൻ പ്രിപ്പയർഡ് അല്ല എന്നൊക്കെ പലപ്പോഴും പറയും.
അപ്പോൾ ഈ ഒരു ഭയം ഇവർക്കുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ സാറ്റേണിനെ രാഹു ഒക്കെ ഒന്ന് സ്വാധീനിച്ച്, അല്ലെങ്കിൽ ചൊവ്വ സ്വാധീനിക്കരുത്, അത് നല്ലതല്ല. രാഹുവോ വ്യാഴമോ ഒക്കെ ഒന്ന് സ്വാധീനിച്ചാൽ കുറച്ച് മാറ്റം വരും. അല്ലെങ്കിൽ സാറ്റേൺ ഒറ്റയ്ക്കാണെങ്കിൽ ഇവർക്ക് ഈ ഭയം ഉണ്ടാവും. ഈ ഭയം കാരണം ഇവർക്ക് പെട്ടെന്ന് ഉത്തേജനം ലഭിക്കാതെ വരികയോ അല്ലെങ്കിൽ ഒരു വളരെ കോൾഡായിട്ട് തണുപ്പൻ മട്ടിൽ പെരുമാറുകയോ ചെയ്യാം. പങ്കാളിക്ക് പൂർണ്ണമായ വിശ്വാസം ഇവരോട് പങ്കാളിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം നൽകാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഭയം എന്ന മതിൽ പൊളിഞ്ഞ് വീണ് ഇവരുടെ ശരിക്കുമുള്ള ഒരു രീതി വരത്തുള്ളൂ. അപ്പം പലപ്പോഴും ഈ 7th സാറ്റേണുള്ള ആൾക്കാർ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു ഡയലോഗാണ്, എനിക്ക് അവളെ ഇപ്പം ശരിക്കും അവളെ എനിക്ക് മനസ്സിലായിട്ട് ഒരു 5-6 വർഷമായിട്ടുള്ളത്. 5-6 വർഷം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞ 5-6 വർഷം കഴിഞ്ഞ ശേഷം ശരിക്കുമുള്ള അവളുടെ ഒരു രീതിയൊക്കെ, കുട്ടികളൊക്കെ ആയി കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് എന്നെ ഇത്രയും സ്നേഹിക്കാൻ കഴിവുണ്ടായിരുന്നു എന്ന് മനസ്സിലായെന്ന് സാറ്റേൺ 7th നിൽക്കുന്ന ഒരാളുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞതാണ്. അതപ്പം അതും കൂടി നിങ്ങൾ ഒരു പഠനമായിട്ട് എടുത്തുകൊള്ളുക. ഇതൊക്കെ ഒരു പഠനം പോലെയാണ്. നമ്മൾ ഈ വിഷയം പഠിക്കുന്ന സമയത്ത് ഇതൊന്നും അങ്ങനെ ചർച്ച ചെയ്യുന്നത് കാണുന്നില്ല. ചർച്ച ചെയ്താൽ ഇതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ് എടുത്തു വെച്ച് കളിയാക്കുക, അങ്ങനെയൊക്കെയാണ്, പുച്ഛമാണ്. അപ്പോൾ ഞാൻ വല്ലാണ്ട് പേടിച്ചിട്ടാണ് പലപ്പോഴും ഈ വീഡിയോസൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് കളിയാക്കിയാലും വേണ്ടിയില്ല, ഇതിലെ ജിജ്ഞാസുക്കൾക്ക് കുറച്ചും കൂടി ഇതിനൊരു അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുന്നെങ്കിൽ അത്രയായില്ലേ. ഒരു പക്ഷേ നമ്മളൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഏത് സമയമാണ് ഒരു ജീവിതം അവസാനിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ എനിക്കിനിയും പഠിപ്പിക്കാൻ തോന്നാത്തൊരവസ്ഥ വന്നാൽ, അല്ലെ കഴിയാത്തൊരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ വേറെ വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഈ വിഷയമല്ല എങ്കിൽ ഇപ്പം പ്രസൻറ്റിൽ ഞാനിത് ചെയ്യുന്നുണ്ട്. ഇതിൽ മാക്സിമം എനിക്ക് ഇന്ന് വരെ അറിയാവുന്ന നോളജിൻ്റെ മാക്സിമം ഓർമ്മയുള്ളതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരാൻ ശ്രമിക്കുകയാണ്. അപ്പം ഞാനും ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം നിങ്ങൾ ആ ഒരു തലത്തിൽ അതെടുത്ത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ദയവായി ശ്രമിച്ചാലും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് അങ്ങ് പറയുന്നത്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് പറയാൻ ശ്രമിക്കുന്നത് ജിജ്ഞാസുക്കൾക്ക്. ഈ ശാസ്ത്രം മിക്ക ആൾക്കാരും പഠിപ്പിക്കുന്നത് അവിടെ അറ്റവും മൂല്യമൊക്കെ ആയിരിക്കും. ഞാനൊരു കോഴ്സ് തുടങ്ങിയിട്ട് അത് നിർത്തി ഒരു കുറച്ച് വരെ പഠിപ്പിച്ചു. അതിനുശേഷം അസ്ട്രോളജിയുടെ ഒരു പുതിയ കോഴ്സ് ഞാൻ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇതിലൊന്നുമില്ലാത്ത വളരെ രഹസ്യമായിട്ടുള്ളതും ഇതിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന കുറേ ടൂളുകളുമാണ് അതിനകത്ത് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനും പറ്റൂ. അല്ലെ അതിൽ പഠിച്ചാലും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടതുമാണ്. അതുകൊണ്ട് അത്ര ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത, ഇതിനെ അത്ര അങ്ങ് സിമ്പിളായിട്ടങ്ങ് എടുക്കരുതെന്നുള്ളത് കൊണ്ട് തന്നെ ചില ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാത്തത്. ബാക്കിയെല്ലാം തന്നെ അത്യാവശ്യം ജ്യോതിഷം പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ അറിവുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങളത് ബാക്കി പഠിച്ചാൽ മതിയല്ലോ. ബാക്കി നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്കും കൂടെ വേണം നിങ്ങൾക്ക് കമൻറ്റിൻ്റെ രൂപത്തിലൊക്കെ നേരിട്ട് വന്ന് പറയാം. നേരിട്ട് പറയാൻ പറ്റില്ല, കമൻറ്റിൻ്റെ രൂപത്തിലൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതെനിക്കും ഒരു അറിവായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അതാണ് ഞാൻ ഈ ഒരു പെർഫോമൻസ് ആങ്സൈറ്റിയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നു. അടുത്തത് എർത്തി ആൻഡ് റോ ആണ്. ഇവരുടെ ഒരു റൊമാൻറ്റിക് സ്റ്റൈൽ റൊമാൻസിനെക്കാട്ടിലും കൂടുതൽ പച്ചയായ ഒരു സമീപനമായിരിക്കും എന്നുള്ള ഒരു റോ സ്റ്റൈലായിരിക്കും എന്നുള്ളതാണ്. ഈ പൂക്കൾ, മെഴുകുതിരികൾ, അല്ലെങ്കിൽ ദീപം കത്തിച്ചു വെക്കൽ, ലൈറ്റ് മ്യൂസിക്, അല്ലെങ്കിൽ ഡിഫ്യൂസേഴ്സ് ഇട്ടിട്ട് വാനിലയുടെ ഒരു റൊമാൻസ്, സ്ട്രോബെറി, അല്ലെങ്കിൽ കളറുകൾ, പാനീയങ്ങൾ, ഇതൊക്കെ ശുക്രനുമായിട്ടൊക്കെ ബന്ധം വരുന്ന ഇതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. ഇവർക്ക് കുറച്ചുകൂടി ശാരീരികമായിട്ടുള്ളൊരു ചേർന്നിരിക്കലും ഒരു ടച്ചും ഒക്കെയാണ്. കുറച്ച് റോയാണ്. ഒരുപാട് സ്പ്രേ ഒന്നും അടിക്കണമെന്നൊന്നുമില്ല. നിൻ്റെ പച്ചയായ മണമാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ പച്ചയായ മണമാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുന്ന
ഒരു 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 സ്റ്റൈലാണ്, ഒരു റോ സ്റ്റൈലാണ് ശനിയുടേത്. അത് ചില ക്ലാസിക് സിനിമാസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചില തമിഴ് ക്ലാസിക് പഴയ പടങ്ങളിൽ, മലയാളത്തിലാണെങ്കിലും പഴയ സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുണ്ട്, പഴയ പൊന്നിച്ചാമി എന്നോ അങ്ങനെ മറ്റോ ആണ്, എനിക്ക് ഓർമ്മയില്ല. പണ്ട് കൈരളി ചാനലിൽ ആ പടം 5-6 സിനിമയുള്ളായിരുന്നു കൈരളി ചാനലിൽ വന്ന സമയത്ത്. അപ്പോൾ അതിങ്ങനെ നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിലൊരു പടമാണ്. അപ്പോൾ അതിലൊരു സീനിൽ ഇങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ കുറേ പടങ്ങൾ, ഒരുപാട് സിനിമകൾ തമിഴ്നാട്ടിൽ കുറേ റോ കൾച്ചർ പറയുന്ന ചില സിനിമാസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വളരെ പച്ചയായ ജീവിതങ്ങൾ കാണിക്കും. ഈ ഷോ ഓഫ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ, എല്ലാവരുടെയും ജീവിതം അവരവരുടെ സ്വകാര്യതയിൽ പച്ചയായിട്ട് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു പച്ചയായ രീതിയാണ് ശനിയുടേത്. അപ്പം വലിയ നാടകീയതകളൊന്നും ഇവർക്കുണ്ടാവില്ല എന്നുള്ളതാണ്. വളരെ സ്നേഹം ആ ഒരു ശൈലിയിലായിരിക്കും എന്നുള്ളതാണ്. വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു വലിയ ഒരുക്കങ്ങളോ വലിയ നാടകീയതകളോ. നമ്മുടെ സിനിമയിലെ റൊമാൻറ്റിക് സോങ്സ് എന്നൊക്കെ പറയുന്നത് ശുക്രൻ്റെയും രാഹുവിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ചില സിനിമാസ് ഈ പറയുന്ന പോലെ ധനുഷിൻ്റെയൊക്കെ ചില നാടൻ സിനിമകൾ, അല്ലെങ്കിൽ രജനിയുടെയും കമൽഹാസൻ്റെയൊക്കെ പഴയ നാടൻ പടങ്ങൾ, അപ്പം അതിലൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു രീതി ആയിരിക്കും. ശനി ഒരു ഹാബിറ്റിൻ്റെ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഒരു യാന്ത്രികമായിട്ടുള്ളൊരു ശൈലി ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. ഈ ലൈംഗിക രീതിയിലൊരു ആവർത്തന സ്വഭാവം ഇവർക്കുണ്ടാവാം. വലിയ ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഒരേ പൊസിഷനിൽ ആവർത്തിക്കുന്ന ഒരു ശീലമൊക്കെ ഇവർക്കുണ്ടാവും. ഒരേപോലത്തെ ഒരു ലൈംഗിക ശൈലികൾ ഇവർക്ക് ഉണ്ടാവാം എന്നുള്ളതാണ്. ഒരു ശീലം പോലെ വരുന്നൊരു രീതി ഉണ്ടാവാം. പുതുമകളൊക്കെ പരീക്ഷിക്കുന്നതിന് പകരം, എൻ്റർടൈൻമെൻറ്റിന് പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിന് പകരം പഴയതും പരിചിതവുമായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കാനാണ് ഇവർക്കിഷ്ടം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സാധാരണമായ ഒരു രീതിയിൽ കൂടുതലും ആ ഒരു ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്നേഹം, അടുപ്പം, ബോണ്ടിങ്, ഇതിനൊക്കെയാണ് ധാർമ്മികത, ഒരുമിച്ച് കഷ്ടപ്പെടാം, നമുക്ക് കരകയറി വരാം എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു രീതി. അതുപോലെ തന്നെ ശനി സാധകരായ ഗ്രഹസ്ഥനായിട്ടിരിക്കുന്ന ഒരാളിന് ശനി ബലപ്പെട്ടാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ശനി നൽകുന്നൊരു കാര്യമാണ് ഫോക്കസ്, ഏകാഗ്രത, ധ്യാനിക്കാനുള്ള കഴിവ്, സഹനശക്തി, നിയന്ത്രണം. അപ്പം വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്താനുള്ളൊരു കഴിവും സാറ്റൻ ബലപ്പെട്ടാൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടുള്ളൊരു കഴിവ്, അതായത് ഈ കടിച്ചമർത്തി ഞാൻ വികാരമില്ലാത്ത ആളാണ്, എനിക്കങ്ങനെ കുഴപ്പമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞിട്ട് മുറിയിൽ പോയിട്ട് പൊട്ടിക്കരയുന്ന രീതിയല്ല. ശരിക്കും വൈകാരികമായ വിഷയങ്ങളെയും വികാരപരമായ ഇമോഷണൽ കാര്യങ്ങളെയൊക്കെ, ലൈംഗിക രീതികളെയൊക്കെ ഒരു സാധന പോലെ ഏകാഗ്രതയോടും സഹനശക്തിയോടുകൂടി നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധകർക്ക് കഴിയും എന്നുള്ളതാണ്. സാധകരാണെങ്കിൽ, കാരണം ഇവർ ധ്യാനം നന്നായിട്ട് പരിശീലിക്കുമ്പം അസാധ്യമായിട്ടുള്ളൊരു ധ്യാന ശക്തി ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. വളരെ അനുകൂലമായിരിക്കും. അപ്പം വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്താനുള്ളൊരു സ്വാഭാവിക കഴിവ് ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും 7ാം ഭാവത്തിൽ ശനിയുള്ളവരുടെ ഒരു ലൈംഗിക ശൈലി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പുറമേ ശാന്തവും തണുപ്പുള്ളതും എന്നാൽ ഉള്ളിൽ നിയന്ത്രിതമായിട്ടുള്ള ഒരു തീയുള്ളവരുമായിരിക്കും, ഒരു കൺട്രോൾഡ് ഫയർ ഉള്ളിലുള്ളവരുമായിരിക്കും എന്നുള്ളതാണ്. തുറന്ന മനസ്സുള്ള, ക്ഷമയുള്ള ഒരു പങ്കാളിയെ ലഭിച്ചാൽ കാലം കൂടുന്തോറും വീഞ്ഞിന് ബലം കൂടുന്നു എന്ന് പറയുന്ന പോലെ വളരെ ഓപ്പണാവാൻ, തുറന്നിടപെടാൻ തന്നെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ പ്രായം കൂടുന്തോറും ഇവരുടെ ലൈംഗിക ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാകും എന്നുള്ളത് ഉറപ്പാണ്. ബുധൻ്റെയൊക്കെ താഴേക്ക് പോകും, ചൊവ്വയുടെ താഴേക്ക് പോകും. പക്ഷേ
ഒരു സെക്കൻഡ് ഹാഫ് ലൈഫ് സ്റ്റൈൽ, അല്ലാതെ രണ്ടാം പകുതി 40+ ഒക്കെ ഒരു വിജയം എന്ന് പറയുന്നത്. ശനി ബലപ്പെട്ടവർക്കാണെങ്കിൽ 40-ന് ശേഷമൊക്കെ, ശനിയും വ്യാഴമൊക്കെ ബലപ്പെട്ടാൽ 40-ന് ശേഷമുള്ള കുടുംബജീവിതമൊക്കെ ഇവർക്ക് വളരെ മനോഹരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. അപ്പുറത്തെ വീട്ടിലെ പട്ടിയുടെ ശല്യം വളരെ കൂടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.